ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയത് തൊഴാൻ വേണ്ടി മാത്രമല്ല, 2-3 ദിവസമായിട്ട് എന്നെ വലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം തേടിയുള്ള ഒരു യാത്ര കൂടിയാണ്. സാധാരണ സ്വപ്നങ്ങളൊന്നും മനസ്സിൽ നിൽക്കാറില്ല അല്ലേ? പക്ഷേ ഈ സ്വപ്നം എന്റെ മനസ്സിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നിലനിൽക്കുന്നുമുണ്ട്. ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ തീരുകയല്ല ഉണ്ടാവുന്നത്. പിറ്റേ ദിവസം എനിക്ക് അതിനെപ്പറ്റി ഓർമ്മ വരികയും വീണ്ടും വീണ്ടും ഒരുപാട് ഡീറ്റെയിൽസ് അതിനെപ്പറ്റി കിട്ടുകയും എന്തോ ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ. വെളുപ്പിനൊരു 3:30-4 മണിയായി കാണും. ഞാനും എന്റെ പപ്പയും എന്റെ അനിയത്തിയും പിന്നെ കുറച്ച് പണിക്കാരും പണിയെടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ എവിടെയോ എന്റെ വീടിന് ഇടതുവശത്തായിട്ട് ഒരു അറ കാണാനിടയാവുകയാണ്. ആ അറ മാനം മുട്ടേ നിൽക്കുന്ന ഒരു ഗോപുരം പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അറയാണ്. അതിന് 2 വാതിലുകളാണ് ഉള്ളത്. ഞാനും എന്റെ അനിയത്തിയും ഇരുവാതിലുകളും പൊളിച്ച് അകത്ത് കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. ഒടുവിൽ ഞാൻ അകത്ത് കയറിയപ്പോൾ പൊടി പിടിച്ചു കിടക്കുന്ന ഒരുപാട് പൂജാദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും. പക്ഷെ ഒരു നിലവിളക്ക് മാത്രം എന്നും കത്തിച്ചു വെക്കുന്ന രീതിയിൽ മനോഹരമായി അവിടെ ഇരിക്കും. ആ നിലവിളക്കിൽ ഒരു തരി പൊടി പോലും ഞാൻ കണ്ടില്ല. എന്റെ അനിയത്തി നിരന്തരമായിട്ട് പറയുന്നുണ്ട്, അത് നമുക്ക് വേണ്ട, അത് ആപത്താണെന്നുള്ളത്. ഞാനത് കാര്യമാക്കിയില്ല. മറ്റെല്ലാ സാധനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ആ നിലവിളക്ക് മാത്രം എടുത്ത് എന്റെ വീടിന് മുന്നിൽ കത്തിച്ചു വെച്ചു. നിലവിളക്കിനരികത്തായി ഒരു വെള്ളം നിറച്ച കിണ്ടിയിൽ 3 ചന്ദനത്തിരികളും ഞാൻ കത്തിച്ചു വെച്ചു. പിന്നീട് ഞാൻ കാണുന്ന കാഴ്ച, അതിലൊരു ചന്ദനത്തിരി കിണ്ടിയിൽ നിന്നും പുറത്തു വന്ന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അത് പറമ്പിലൂടെ തേര് പോകുന്നത് പോലെ ഒരു വെളിച്ചം മാത്രമായി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പോഴേക്കും അനിയത്തിയും എന്റെ പപ്പയും ഈ കഥയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ചന്ദനത്തിരി ഒരു തേരായി പോകുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു കസവും മുണ്ടെടുത്ത ചെറിയ ആൺകുട്ടി ഞാൻ കത്തിച്ചു വെച്ച വിളക്കിലെ തിരി അണച്ച് അതെടുത്തുകൊണ്ട് ഓടുന്ന ഒരു കാഴ്ചയാണ്. ഇത്രയും നേരം കഥയിൽ ഇല്ലാതിരുന്ന ഒരു ബാലൻ അതാരാണ്? അവനെ അപ്പോഴല്ലാതെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും നിലവിളക്ക് കൈക്കലാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ അവന് പിറകെ ഓടി. അവന് പിന്നാലെ ഓടിയ ഞാൻ എത്തിച്ചേർന്നത് മാക്കനായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളില്ലാത്ത ഒരു സ്ഥലത്താണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ശ്രീകോവിലിന് ഇടത്തുവശത്ത് ചിറ കെട്ടിയ ഭാഗം. അതെ, ആറയും എന്റെ വീടിന് ഇടതുവശത്ത് തന്നെയായിരുന്നു. ആ ചിറകെട്ടിയ ഭാഗത്ത് ഗോപുരത്തിനുള്ളിൽ ഒരു അമ്മയെ കാണാം. ആ അമ്മയുടെ മുമ്പിലിരുന്നാണ് ആ ബാലകൻ നിലവിളക്കുമായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓടുന്ന വഴിയിലെല്ലാം എനിക്കൊരു അശരീരി കേൾക്കാമായിരുന്നു, ആ വിളക്കിന് പുറകെ പോകണ്ട, അത് ആപത്താണ് എന്ന്. ബാലകനാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ഓടിയത് എന്റെ അനിയത്തിയുടെ പിറകെ തന്നെയായിരുന്നു. അവിടെ ആ അമ്മയ്ക്ക് മുൻപിലിരുന്ന് നിലവിളക്കുമായി കളിച്ചുകൊണ്ടിരുന്നത് എന്റെ അനിയത്തി തന്നെയാണ്. ഇതിനകം എന്നിൽ ഭയം ഉടലെടുത്തു. അനിയത്തിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുൻപിലിരുന്ന അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, എനിക്ക് അമ്മയുടെ വാക്ക് മാത്രം കേട്ടാൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ എന്ന് ചോദിക്കുന്നതിന്റെ ഒപ്പം തന്നെ ആ അമ്മയുടെ ബാക്കിൽ തന്നെ ഒരു റെപ്ലിക്ക ഫോം ചെയ്യുകയാണ്. മുൻപിലിരിക്കുന്ന ശാന്തസ്വരൂപിണിയായ അമ്മയുടെ അതേ രൂപം തന്നെ, പക്ഷേ മുടിയെല്ലാം വെളുത്ത്, കണ്ണുകളെല്ലാം വെളുത്ത്, പക്ഷേ ഒരേ വസ്ത്രം തന്നെ. രൂപം ഭയാനകമാം വിധം യക്ഷിയെ കണക്കായിരുന്നു. എന്തെങ്കിലും മറുപടി അമ്മയുടെ വായിൽ നിന്ന് കേൾക്കുന്നതിന് മുമ്പേ തന്നെ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. അവിടെ വെച്ച് സ്വപ്നം നിൽക്കുകയാണ്. ഒരുപാട് സംശയങ്ങളുള്ള ഒരു സ്വപ്നമാണ്. ആ ബാലകൻ ഒരു ദൈവിക ശക്തിയായി. നിലവിളക്ക് ഉപേക്ഷിക്കാൻ പറഞ്ഞ എന്റെ അനിയത്തി എന്തിനു വേണ്ടിയിട്ടായിരിക്കും നിലവിളക്ക് എടുത്തുകൊണ്ട് ഓടിയത്? അറിയില്ല, ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് പറയാൻ